റബീ ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു താബിഈയാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തോട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഈ താബിഈയുടെ ചരിത്രത്തിൽ കാണാം. ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. അദ്ദേഹം വളരെ ഇബാദത്തുള്ള ഒരു മനുഷ്യനായിരുന്നു, സാലിഹായ ഖുശൂഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഇബ്നു മസ്ഊദ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ കണ്ടിരുന്നെങ്കിൽ താങ്കളെ സ്നേഹിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ വീട്ടുകാരോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. ഖബീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഖർസ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ സനഊഹു, അത് വളരെ വിലപിടിപ്പുള്ള ഭക്ഷണമാണ്. ഇന്നും അതിന് അത്യാവശ്യം നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണമാണ്. അങ്ങനെ അവരത് ഉണ്ടാക്കി. അത് റജുലൻ കാന ബിഹി ഖബൽ, അദ്ദേഹം ഒരാളെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതൊരു ഭ്രാന്തനാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണ്. ഫജഅല റബീഉൻ യുൽഖിമുഹു, അങ്ങനെ ഇദ്ദേഹം റബീഉ ബിൻ ഹുസൈം റഹിമഹുല്ലാഹ് ഇയാൾക്ക് ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ്, രോഗമുള്ളയാളാണ്. ഒരു ആബുഹു യസീൽ, അങ്ങനെ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് തുപ്പൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഭ്രാന്തനാണ്. ഇദ്ദേഹം ഭക്ഷണം ഉരുട്ടി കൊടുക്കുകയും ചെയ്യുന്നു. ഫഖാല അഹ്ലുഹു, അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, തകല്ലഫ്ന വസനഅന, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട്. സുമ്മ അത്അംതഹ, എന്നിട്ട് ഈ ഭ്രാന്തനാണ് അത് കൊടുക്കുന്നത്, മുഴുവനും ഇയാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഈ കുടുംബക്കാർ പറയുകയാണ്, മാ യദ്രി ഹാദാ മാ യഅകുൽ, എന്താണ് തിന്നുന്നത് എന്ന് ഇവനറിയില്ല, ഇവനിത് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, അവൻ എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ തിന്നോളൂ, ഇത് തന്നെ കൊടുക്കണമെന്നില്ല എന്നും പറഞ്ഞു. റബീഉ ബിൻ ഹുസൈൻ പറഞ്ഞു, ലാക്കിൻ അല്ലാഹു യദ്രി, പക്ഷെ അള്ളാഹുവിനറിയാം ഞാനിവന് കൊടുക്കുന്നത് എന്താണെന്ന് അള്ളാഹുവിനറിയാം, നല്ലതാണ് കൊടുക്കുന്നത്, അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് അവർ തന്നെക്കാളും പ്രാധാന്യം കൊടുക്കുക, ഇത് മുൻഗാമികൾ കാണിച്ചിട്ടുള്ള കാര്യമാണ്. കിട്ടുന്നതെല്ലാം തിന്ന് നമ്മുടെ വയറ് നിറക്കാൻ അതിൽ കൊടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുക. റബീഉ ബിൻ ഹുസൈം റഹിമഹുല്ലാഹ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ സൂചിപ്പിച്ചത് അവസാനമായി. ഇത് ധാരാളമായി സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാണാവുന്ന കാര്യമാണ്. അവർ തങ്ങളെക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അതിനൊരു സാഹചര്യമുണ്ട്, അങ്ങനൊരു പ്രസക്തിയുണ്ട്. അതെന്താണ്? ഒരു മനുഷ്യൻ്റെ ശഹവത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്യും. സമ്പാദിക്കുന്നത് പ്രധാനമായി ഭക്ഷണത്തിന് വേണ്ടിയാണ്. അത് അവർ മറ്റുള്ളവർക്ക് അവനവനേക്കാൾ മുൻഗണന കൊടുത്തിരുന്നു. ഇത് അവരുടെ മനസ്സിലുള്ള ഈമാനിനും അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹത്തിനും ഉള്ള തെളിവാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത ആളുകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടത്. ഒരു ഹദീസ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അതിഥിയായി വന്ന ഒരു സഹാബിയെ സൽക്കരിക്കാൻ സാധിക്കാതെ വന്നു. വീട്ടിൽ ഭക്ഷണമില്ല, തൻ്റെ ഭാര്യമാരുടെ അടുത്തൊന്നും ഇവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ ഈ സഹാബിയെ മറ്റൊരു സഹാബിയുടെ വീട്ടിലേക്ക് അതിഥിയായി പറഞ്ഞു വെച്ചു. അവർ തങ്ങളുടെ മക്കൾക്കുള്ള ഭക്ഷണം ഈ അതിഥിക്ക് കൊടുക്കുകയും മക്കളെ കിടത്തി ഉറക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും പട്ടിണി കിടന്നു, ഭാര്യയും ഭർത്താവുമായ സഹാബിമാർ. ഈ സംഭവം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ അറിയുകയും ഇദ്ദേഹത്തോട് ലഖദ് അജിബ അല്ലാഹു മിൻ സനീഇകുമാ, നിങ്ങളുടെ ഈ പ്രവൃത്തികൾ അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ ഈ സഹാബി തനിക്ക് പരിചയമില്ലാത്ത ഒരാളെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത ആളാണ്, അദ്ദേഹം ആവശ്യക്കാരനുമാണ്. ആലോചിച്ചു, ഇത് രണ്ടും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രധാനമാണ്. കൊടുക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അവർ നന്നായി സൽക്കരിക്കും. പക്ഷെ പരിചയമില്ലാത്ത ആളുകളാണ്. ഇതുപോലെ തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം വെച്ചത്. പരിചയമില്ലാത്ത അതിഥികളാണ് മലക്കുകൾ, പരിചയമില്ലാത്ത അതിഥികളുടെ രൂപത്തിലാണ് വന്നത്. അവർക്ക് വേണ്ടി ഒരു പശുവിനെ അറുക്കുകയാണ് ചെയ്തത്, ആരാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി. കാരണം അവരുടെ അടിസ്ഥാനപരമായ നിയ്യത്ത് എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. എൻ്റെ ഈ ആവശ്യം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. ഭക്ഷണം എന്നുള്ള എൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം അത് റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച് മറ്റൊരാൾക്ക് ഈസാർ, അയാൾക്ക് പരിഗണന നൽകുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർക്ക് ആരാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെന്ന് പ്രശ്നമല്ല. അതോടൊപ്പം അവർ ആവശ്യക്കാരുമാണ്. സ്വർഗത്തിലെത്തിയ ആളുകളെക്കുറിച്ച്, സ്വർഗാവകാശികളെക്കുറിച്ച് അല്ലാഹു പറയാണ്. അവർ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന പ്രവൃത്തികൾ. ഇങ്ങനെ പറയുന്ന ആയത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം സ്വർഗമാണ്. അവിടെ എത്തിക്കഴിഞ്ഞ ആളുകളെ കുറിച്ചല്ല പറയാണ് എന്തായിരുന്നു അവരുടെ അവസ്ഥ ദുനിയാവിൽ. അതിൽ പറഞ്ഞ കാര്യമാണ് അവർ ഭക്ഷണം കൊടുക്കും. എപ്പോൾ? ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. അല ഹുബ്ബി,
ആ ഒരു ആവശ്യക്കാരാണ്, ഭക്ഷണത്തോട് ഇഷ്ടമുള്ള സന്ദർഭമാണ്. കൊടുക്കുന്നത് ആർക്കാണ്? മിസ്കീനൻ യതീമൻ അസീറ. മിസ്കീൻ ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. യതീം അവനങ്ങോട്ട് നന്ദി കാണിക്കാൻ അടുത്ത കാലത്തൊന്നും സാധിക്കുകയില്ല, ദുർബലനാണ്, യതീമാണ്. അസീറ, അസീർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടികൂടിയ ബന്ദികൾക്കാണ് അസീർ എന്ന് പറയുന്നത്. ആരാണ് ബന്ദി എന്ന് പറയുന്നത്? ഇന്നലെ വരെ എന്നെ കൊല്ലാൻ വേണ്ടി, നമ്മളെ കൊല്ലാൻ വേണ്ടി യുദ്ധത്തിന് വന്ന ആളുകളാണ്. അവര് പരാജയപ്പെട്ട് നമ്മുടെ പിടിയിലായി. അങ്ങനെയുള്ള ശത്രുക്കൾക്ക് ഒരു ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവനവൻ ആവശ്യക്കാരനായിരിക്കുകയും ഈ ഭക്ഷണം കൊടുക്കുന്നവൻ അവൻ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത ഒരുപക്ഷെ നമ്മുടെ എതിരാളി ആയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും കൊടുക്കുകയും ചെയ്യുക. ഇത് സഹാബത്തിന്റെ ജീവിതത്തിലും അതുപോലെ ഖുർആനിലെ ആയത്തുകളിലും മുൻഗാമികളായ മറ്റുള്ള സാലിഹ്യങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ധാരാളമായി കാണുന്ന കാര്യമാണ്.